നമസ്കാരം. ഓം 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 കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശഖം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം ചതുർദശ സർഗഃ. 24 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ശ്രീരാമൻ പഞ്ചവടിക്ക് പോകുന്ന വഴിയിൽ ഒരു പക്ഷിയെ കാണുന്നു. ആ പക്ഷി ദശരഥൻ്റെ ആത്മമിത്രമാണ് താനെന്ന് രാമനെ അറിയിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തിയെപ്പറ്റിയും സ്വന്തം കുലത്തെപ്പറ്റിയുമൊക്കെ അവരോട് ചോദിക്കുന്നു, ആ പക്ഷിയോട് ചോദിക്കുന്നു. പക്ഷി തൻ്റെ കുലത്തിൻ്റെ മഹിമയെപ്പറ്റിയും അവിടെ ജനിച്ച എല്ലാ പ്രജാപതികളെ പറ്റിയും ക്രമമായി പറയുന്നു. കശ്യപ പ്രജാപതിയും അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ചിലരൊക്കെ നല്ല ആളുകളെയും ചിലരൊക്കെ അത്ര ഗുണമില്ലാത്തവരെയും പ്രസവിച്ചു. കാളിക നരകനെയും കാളികനെയും പ്രസവിച്ചു. അതുപോലെ ക്രൗഞ്ചി എന്ന പുത്രി ഉലൂകങ്ങളെ, അതായത് കൂമന്മാരെ പ്രസവിച്ചു. ചിലർ കോഴികളെ പ്രസവിച്ചു. ശേനു എന്നവൾ ബലശാലികളായ ഗൃധ്രങ്ങളെ പ്രസവിച്ചു. പക്ഷെ ചിലരൊക്കെ വളരെ മഹത്തുക്കളായ ആളുകളെയാണ് പ്രസവിച്ചത്. അങ്ങനെ ആദിതിക്ക് 33 ദേവന്മാരും 12 ആദിത്യന്മാരും 8 വസുക്കളുമൊക്കെ പിറന്നതായും പറയുന്നുണ്ട്. എല്ലാ മൃഗങ്ങളും മൃഗയുടെ സന്താനങ്ങളാണ് എന്ന് അറിയിക്കുന്നു. അതുപോലെ ഹരി എന്ന പുത്രിയുടെ സന്തതികളാണ് സിംഹങ്ങൾ. ഭദ്രമത എന്ന പുത്രിക്ക് ഇരാവതി എന്ന പുത്രി മാത്രമുണ്ടായി എന്നറിയിക്കുന്നു. ഇരാവതിയുടെ പുത്രനാണ് ലോകത്തെ വഹിക്കുന്ന ഐരാവത മഹാഗജം. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. ശ്ലോകം 25, സർഗം 14. ഹര്യാച്ഛ ഹരയോ അപദ്യം വാനരാച്ഛ തപസ്വിനഃ ഗോലാം ഗൂലാച്ഛ ശാർദൂലി വ്യാഘ്രാംശ ജനയസുതാൻ. ഹരി എന്ന പുത്രിയുടെ സന്തതികളാണ് സിംഹങ്ങളും ബലശാലികളായ വാനരന്മാരും. ശാർദൂലി എന്നവൾ ഗോലാങ്കുലന്മാരായ വാനരരെയും വ്യാഘ്രങ്ങളെയും പ്രസവിച്ചു. ശ്ലോകം 26. മാതംഗ്യാസ്തഥമാതംഗ്യ അപത്യം മനുജർഷഭ ദിശാഗജം തു കാകുൽസ്ത ശ്വേതാവിജനയത്സുതം. മാതംഗിയിൽ നിന്നും മാതംഗങ്ങളെന്ന ആനകളുണ്ടായി ശ്വേത ദിഗ്ഗജങ്ങളെ പ്രസവിച്ചു. ശ്ലോകം 27. തതോ ദുഹിതരൗ രാമ സുരഭിർദ്വേവ ജായത രോഹിണീം നാമ ഭദ്രം തേ ഗന്ധർവീജ യശസ്വിനിം. രാമ, അങ്ങേക്ക് ഭദ്രം ഭവിക്കട്ടെ. സുരഭി എന്നവൾ 2 പെൺമക്കളെ പ്രസവിച്ചു, രോഹിണിയെയും യശസ്വിനിയായ ഗന്ധർവിയെയും. ശ്ലോകം 28. രോഹിണ്യജനയദ്ഗാവോ ഗന്ധർവീവാജിനസുതാൻ സുരസാ ജനയന്നാഗാൻ രാമാകദൃച്ഛപന്നഗാൻ. 28-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം:
രോഹിണി പശുക്കളെ പ്രസവിച്ചു. ഗന്ധർവിക്ക് കുതിരകൾ സന്തതികളായി പിറന്നു. സുരസ നാഗങ്ങളെയും കദ്രു പന്നകങ്ങളെയും പ്രസവിച്ചു. ശ്ലോകം 29. മരുർമനുഷ്യാജനയൻ കശ്യപസ്യ മഹാത്മനഃ ബ്രാഹ്മണാൻ ക്ഷത്രിയാൻ വൈശ്യാൻ ശൂദ്രാംശ മനുഷ്യർജഭ. മനു മനുഷ്യരെ പ്രസവിച്ചു. കശ്യപപുത്രന്മാർ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവർ. മനുഷ്യരെ പ്രസവിച്ചതാണ് കശ്യപ പുത്രന്മാർ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ എന്നിവർ. ശ്ലോകം 30. മുഖതോ ബ്രാഹ്മണാ ജാതാ ഉരസക്ഷത്രിയാസ്തഥാ ഊരുഭ്യാം ജജ്ജിരേ വൈശ്യ പദ്ഭ്യാം ശൂദ്ര ഇതി ശ്രുതി. മുഖത്ത് നിന്ന് ബ്രാഹ്മണർ, ഉരസിൽ നിന്നും ക്ഷത്രിയർ, ഊരുക്കളിൽ നിന്ന് വൈശ്യർ, പാദങ്ങളിൽ നിന്ന് ശൂദ്രർ എന്നിങ്ങനെ ആണ് ഉത്ഭവിച്ചതെന്നാണ് കേൾവി. ശ്ലോകം 31. സർവാൻ പുണ്യഫലാൻ വൃക്ഷാൻ അനലാപിവ്യജായത വിനതാ ച ശുകീ പൗത്രീ കദ്രുച്ഛ സുരസാസ്വതാം. അനലയ്ക്ക് പിറന്നവരാണ് പുണ്യഫലങ്ങളായ സകല വൃക്ഷങ്ങളും. വിനത താമ്രയുടെ മകളായ ശുകിയുടെ പൗത്രിയാണ്. ക്രോധവശയുടെ പുത്രിയായ സുരസയുടെ സഹോദരിയാണ് കദ്രു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.